2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. വിശദമായ വാർത്തകളിലേക്ക്. ചൊവ്വട് മാളിയേക്കൽ GUP സ്കൂൾ ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാർ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം കായിക മന്ത്രി V. അബ്ദുറഹിമാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. മാളിയേക്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ ചിരകാല സ്വപ്നമായിരുന്ന ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം ഇന്ന് കുട്ടികൾക്കായി തുറന്നു കൊടുക്കുകയാണ്. 1 വർഷം മുൻപാണ് ഈ കെട്ടിടത്തിന് തറക്കല്ലിടുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് സമയബന്ധിതമായി തന്നെ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് 1 കോടി രൂപ ഇതിനായി വിനിയോഗിച്ചത്. മനോഹരമായ കെട്ടിടം നമുക്ക് പൂർത്തിയായി നമ്മുടെ വിദ്യാലയത്തിന് തന്നെ അഭിമാനമാവുന്നൊരു കെട്ടിടമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്നാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് പൊതുവിദ്യാലയങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ് ഇന്ന് നൽകി വരുന്നത്. ഈ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജനകീയ പങ്കാളിത്തം ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞു. സ്കൂൾ ഹൈടെക് കെട്ടിടോദ്ഘാടനവും സ്കൂൾ വാർഷികവും നാടിന്റെ ഉത്സവമായി മാറി. സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ചതാണ് 4 ക്ലാസ് മുറികളുള്ള കെട്ടിടം. CPM നേതാവ് E. പത്മാക്ഷന്റെയും ബ്രാഞ്ച് കമ്മിറ്റിയുടെയും PTA പ്രസിഡന്റായിരുന്ന മൂക്കുമ്മൽ അസീസിന്റെയും നേതൃത്വത്തിൽ മവാസ പ്രതിനിധി സംഘവും വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്കൂളിന് ഫണ്ട് അനുവദിച്ചത്. 2 കോടി രൂപയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മാളിയേക്കൽ സ്കൂളിന് വേണ്ടി വാഗ്ദാനം ചെയ്തത്. ഇതിൽ 1 കോടി രൂപ അനുവദിക്കുകയും 4 ക്ലാസ് മുറികളുള്ള കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ഉടൻ തന്നെ 1 കോടി രൂപ കൂടി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. കെട്ടിടോദ്ഘാടനത്തോടൊപ്പം സ്കൂൾ വാർഷികം കൂടി നടത്തിയതോടെ പരിപാടി നാടിന്റെ ആഘോഷമായി മാറി. കുട്ടികളുടെ വിവിധ പരിപാടികൾ സ്കൂളിന്റെ മികവ് വിളിച്ചോതുന്നതായിരുന്നു. മുബഷിർ മാളിയേക്കൽ എഴുതിയ ദിനങ്ങളിലൂടെ എന്ന പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടന്നു. 1 വർഷത്തിലെ ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകതകളും ദിനാചരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കുമെല്ലാം ഏറെ പ്രയോജനപ്പെട്ടതാണ്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മവാസ പുസ്തകം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മോട്ടിവേറ്ററും സ്കൂളിലെ രക്ഷിതാവ് കൂടിയായ മുബഷിറയുടെ ആദ്യ പുസ്തകമാണ് ദിനങ്ങളിലൂടെ എന്ന സമാഹാരം. AP അനിൽകുമാർ MLA ശിലാഫലകാനാച്ഛാദനവും വാർഷികാഘോഷ ഉദ്ഘാടനവും നടത്തി. ദിനങ്ങളിലൂടെ എന്ന സമാഹാരത്തിന്റെ പ്രകാശനവും അനിൽകുമാർ MLA നിർവഹിച്ചു. കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിന് മൈക്ക് സിസ്റ്റവും ശുദ്ധജല സംവിധാനം പുന്നപ്പാല അലിയും നൽകി. LSS USS നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ആദരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത K. ഗോപാലൻ, E. പത്മാക്ഷൻ എന്നിവർ മുഖ്യാതിഥികളായി. AEO K. പ്രേമാനന്ദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ K. അബ്ദുൽ ഹമീദ്, P. ഷിജിമോൾ, വാർഡ് അംഗങ്ങളായ സലാം മമ്പാട്ടുമുല, മൂക്കുമ്മൽ നസീർ, K. V. മുനീർ, OP റംലത്ത്, V. അൻഷ ബാബു, K. T. മജീദ്, P. ഗിരീഷ് കുമാർ, മവാസ ബർവഹി, P. ആഷിഖ്, B. K. മുജീബ്, T. P. റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ O. K. ശിവപ്രസാദ് സ്വാഗതവും PTA പ്രസിഡന്റ് M. രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.